always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see my message start to spread. And I had so many dreams. Hey hello guys, welcome back to my channel. So ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ GTA 5 എങ്ങനെയാണ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. എല്ലാവരും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ മലയാളത്തിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് വീഡിയോസ് ഇടാൻ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. സോ GTA 5 മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്സാണ്. ആകെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. ആ കുറച്ച് സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എററോ ഒരു പ്രശ്നവും ഇല്ലാണ്ട് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ഫയൽസാണ്. ആ ഫയൽസിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ലിങ്കിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇത്രയും മോഡ്സാണ്: ലൂവ പ്ലഗിൻ, ഓപ്പൺ ഐവി, സ്ക്രിപ്റ്റ് ഹോക്ക് വി, മെന്യു PC ട്രെയിനർ, കമ്മ്യൂണിറ്റി സ്ക്രിപ്റ്റ് ഹോക്ക് വി, ആഡ് ഓൺ വീഡിയോ സ്പോണർ. സോ ഇത് ഇപ്പോൾ ഒരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആഡ് ഓൺ വെഹിക്കിൾ സ്പോണർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് കൊടുക്കുക. അത് ഡൗൺലോഡ് ആയിക്കോളും. സോ കമ്മ്യൂണിറ്റി സ്ക്രിപ്റ്റ് ഹോക്ക് വി ഡൗൺലോഡ് കൊടുക്കുക. അതിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. സോ അതിൽ സ്ക്രിപ്റ്റ് ഹൂക്ക് വി ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ആയിക്കോളും. സോ നെക്സ്റ്റ് മെന്യു PC ഡൗൺലോഡ് കൊടുക്കുക, അത് ഡൗൺലോഡ് ആയിക്കോളും. എല്ലാം ഡൗൺലോഡായി. പിന്നെ അടുത്ത സ്ക്രിപ്റ്റ് ഹൂക്ക് വിയിൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. സോ അതിൽ ഇങ്ങനെ ഇൻ്റർഫേസ് വന്നാൽ അവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും, ആ ഡൗൺലോഡിൽ കൊടുക്കുക. ഹോക്ക് വി അങ്ങനെ ഡൗൺലോഡ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് അടുത്ത് വേണ്ടത് എന്താ വെച്ചാൽ ഓപ്പൺ ഐവി ഡൗൺലോഡ് നോ, IB 4.1 വേർഷൻ അത് ഡൗൺലോഡ് ചെയ്യുക. കൊടുത്ത് അതും ഡൗൺലോഡ് ആയിക്കോളും. നെക്സ്റ്റ് വേണ്ടത് ലൂവ പ്ലഗിൻ. ഈ ലൂവ പ്ലഗിൻ എന്ന് പറഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യുക, അതും ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവും. സോ നമ്മൾ മോസ്റ്റ്ലി GTA 5 മോഡ് ചെയ്യുമ്പോൾ ഈ GTA 5 മോഡ്സ്, അതായത് ഈ 5 മോഡ്സ് വന്നിട്ടുള്ള വെബ്സൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇതിൽ ഇഷ്ടം പോലെ സ്ക്രിപ്റ്റ് ആണെങ്കിലും വെഹിക്കിൾസ് ആണെങ്കിലും ഈ പ്ലേയേഴ്സും മാപ്പ് എല്ലാം ഇഷ്ടം പോലുള്ള സ്റ്റോറി മോഡ്സും ഇഷ്ടം പോലെ മോഡ്സ് ഇതിൽ തന്നെ ഉണ്ടാകും. കൂടുതലും എല്ലാവരും ഈ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ നമുക്കിതിനി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത 6 ഫയലും ഇത് നമ്മുടെ ഗെയിം ഡയറക്ടറി, ഇതിലുള്ള മോഡ്സ് മൊത്തം എങ്ങനെയാണ് ഇനി ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ മെന്യു മോഡ്, ഇതിലുള്ള മെന്യു സ്റ്റഫും മെന്യു SP ഇത് രണ്ടും നമ്മൾ നേരെ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് അങ്ങനെ നമ്മൾ മെന്യു SP മെന്യു ട്രെയിനർ ഇൻസ്റ്റാൾ ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ഓൺ സ്പോമർ. ഇതിലുള്ള ആഡ് ഓൺ സ്പോമർ ഫോൾഡറും പിന്നെ ആഡ് ഓൺ സ്പോമർ ASIയും ഇത് രണ്ടും ഈ ഗെയിം ഡയറക്ടറിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ അത് രണ്ടും നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഇത് സ്ക്രിപ്റ്റ് ഹൂക്ക് വിയിൽ ഈ ബിന്നിലുള്ള 2 ഫയൽ, ഈ ഡിന്നും സ്ക്രിപ്റ്റ് ഹൂക്ക് വി DLL ഈ 2 ഫയൽ മാത്രം നേരെ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഗെയിം ഡയറക്ടറിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. അങ്ങനെ അതും കോപ്പി പേസ്റ്റ് ചെയ്യുക. അടുത്ത് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഹൂക്ക് വി .v ഇതിലുള്ള ലാസ്റ്റുള്ള 6 ഫയൽ, അതായത് 1 2 3 4 5 6 ഈ 6 ഫയൽ നേരെ ഈ GTA 5 ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ ഗെയിം ഡയറക്ടറിക്ക് ഇടുക. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം മോഡ് കോപ്പി പേസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറഞ്ഞാൽ ഈ ഓപ്പൺ ഐവി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. സോ ഗൈസ്, ഇനി അപ്പോൾ നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ GTA 5 ഫോൾഡറിൽ നമ്മളൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കണം. ന്യൂ ഫോൾഡറിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഫോൾഡറിന് നമ്മൾ മോഡ്സ് കൊണ്ടൊരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് ഈ GTA 5 ഡയറക്ടറിയിൽ അപ്ഡേറ്റ് കൊണ്ടൊരു ഫോൾഡർ എടുക്കുക. ഈ ഫോൾഡർ നേരെ
നമ്മളിപ്പോൾ കോപ്പി ചെയ്യുക. എന്നിട്ട് മോഡ്സ് ഫയലിൽ പോയി പേസ്റ്റ്, വേറൊന്നും ചെയ്യേണ്ട, ഇത് നേരെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നേരെ അപ്ഡേറ്റ് ഫോൾഡർ മോഡ്സ് ഫോൾഡറിൽ കോപ്പി ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യല്ലാണ്ട് കോപ്പി ചെയ്യുന്നുണ്ട്. കാരണം ഇത് നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെയിം ഡയറക്ടറിയിൽ ഫയൽ മിസ്സാവും. അപ്പോൾ ഇത് ഗെയിം റൺ ചെയ്യുമ്പോൾ അതൊരു എററായിട്ട് കാണിക്കും, ഗെയിം റണ്ണാവില്ല. സോ ഗൈസ്, നമ്മളപ്പോൾ അപ്ഡേറ്റ് ഫോൾഡർ നേരെ ഈ ഗെയിം മോഡ്സ്, അതായത് നമ്മൾ ഗെയിം ഡയറക്ടറിയിൽ മോഡ്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ഫോൾഡർ ഈ മോഡ്സ് ഫോൾഡറിൽ കോപ്പി പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ സ്പേസ് ഇല്ലാത്തവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, സ്പേസ് ഉള്ളവർ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഈ സ്പേസ് ഇല്ലാത്തവർ പറഞ്ഞാൽ ഈ അപ്ഡേറ്റ് ഫോൾഡറിൽ 64 അതിൽ DLC പാക്ക് ഉണ്ടാവും. ആ DLC പാക്കിലുള്ള എല്ലാ ഫയൽസും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ആവും. ഡിലീറ്റ് ആയി കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്ഡേറ്റ് ഫയലല്ല, അപ്ഡേറ്റ് ഫയലുള്ളതിലല്ല, അതായത് നമ്മൾ അപ്ഡേറ്റ് ഫയൽ മോഡ് ഫയലിൽ കോപ്പി പേസ്റ്റ് ചെയ്തു. ആ കോപ്പി പേസ്റ്റ് ചെയ്ത അപ്ഡേറ്റ് ഫയലിൽ ഈ DLC പാക്ക് നേരെ ഡയറക്ടറിയിലുള്ള അപ്ഡേറ്റ് ഫയലിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള അപ്ഡേറ്റ് DLC പാക്കല്ല, നമ്മൾ മോഡ്സിൽ കോപ്പി പേസ്റ്റ് ചെയ്ത അപ്ഡേറ്റ് ഫയലിലുള്ള DLC പാക്കാണ്. ഈ നമ്മൾ ഗെയിം ഡയറക്ടറിയിലുള്ള ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗെയിം റൺ ആവില്ല, ഗെയിം എറർ കാണിക്കും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമുക്ക് ഇനി ഒരു ഫയലും കൂടെ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനുണ്ട്, അതായത് ഈ ലുവ, അതായത് LUA ഉണ്ട് ഫോൾഡർ. ഈ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, മറന്നുപോയതാണ്. സോ ഈ 2 ഫയൽ നമ്മൾ നേരെ അതിലേക്ക് കോപ്പി ചെയ്യുക, അതായത് ഗെയിം ഡയറക്ടറിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ OpenIV ഇൻസ്റ്റാൾ ചെയ്യണം. OpenIV ഇൻസ്റ്റാൾ ചെയ്യാൻ ഇപ്പോൾ ഈ OVI സെറ്റപ്പ് എടുക്കുക, കണ്ടിന്യൂ സെർച്ച് ചെയ്യാൻ ആക്സെപ്റ്റ് കൊടുക്കുക. സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഡൗൺലോഡ് കണ്ടിന്യൂ, ഇൻസ്റ്റാൾ ആയിക്കോളും. സോ അത് ഇൻസ്റ്റാൾ ആവട്ടെ. സോ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നേരെ എടുക്കുക, OpenIV കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിൽ OpenIVയിൽ GTA5 എടുക്കുക. എന്നിട്ട് അതിൽ വിൻഡോസ് എടുക്കുക, വിൻഡോസ് ഓപ്പൺ ആക്കുക. അതിൽ നമ്മൾ ബ്രൗസ് ചെയ്യണം, നമ്മൾ ഗെയിമിൻ്റെ പാത്ത് ബ്രൗസ് ചെയ്യണം. അതായത് ഇപ്പോൾ എൻ്റെ ഗെയിം ഡിസ്കിൽ സ്റ്റീം ലൈബ്രറി, സ്റ്റീം ആപ്പ്, കോമൺ, GTA5. ഇതിപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആ GTA5 നിൽക്കുന്ന ഫോൾഡർ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ സെർച്ചിങ് ഓപ്ഷൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്യണവരെ കാത്തിരിക്കുക. നമുക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇതാണ് OpenIVൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ മേലെ ടൂൾസ് വന്നിട്ടുണ്ട്. അതിൽ ടൂൾസിൽ ASI മാനേജർ എടുക്കുക. ASI മാനേജർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിലിപ്പോൾ ഞാൻ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഈ ബാക്കി 2 ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക, അത് ഇൻസ്റ്റാൾ ആവും. നെക്സ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക, അതും ഇൻസ്റ്റാൾ ആവും. സോ അതങ്ങനെ കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എല്ലാ പരിപാടിയും, അതായത് മോഡ് എങ്ങനെ ചെയ്യേണ്ട എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന മോഡ്സ് എങ്ങനെ GTA5 ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് നമ്മളിപ്പോൾ എങ്ങനെ ഈ മോഡ് ഡൗൺലോഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ കാർ മോഡാണ് ചെയ്യണമെങ്കിൽ കാർ മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ കാർ മോഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് പറഞ്ഞാൽ GTA5 മോഡ്സ് ഉണ്ട്. GTA5 മോഡ്സ് കൊണ്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് എടുക്കുക. ഇതാണ് വെബ്സൈറ്റ്, GTA5mods.com ഉണ്ട്. ഈ വെബ്സൈറ്റ് എടുക്കുക. ഈ വെബ്സൈറ്റാണ് കൂടുതലും എല്ലാ മോഡ്സും GTA5 ഉണ്ടാവുക. ഇതിൽ ഇഷ്ടംപോലെ മോഡ്സ് ഉണ്ട്. കാർസിൻ്റെ സ്ക്രിപ്റ്റ്, പെയിൻറ്റ് ജോബ്, വെപ്പൺസ് സ്ക്രിപ്റ്റ് എല്ലാം ഉണ്ട്. ഇത് സോ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യണത് വെഹിക്കിൾ മോഡ്സാണ്. സോ വെഹിക്കിൾ മോഡ്സിൽ ഇത്തിരി, അതായത് 855 പേജോളം വെഹിക്കിൾ മോഡ്സ് മാത്രമുണ്ട്. വെഹിക്കിൾ മോഡ്സ് മാത്രം. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ മോഡ് എടുക്കുക. ഇപ്പോൾ കാർസ് എടുക്കുക. കാർസ് നമുക്കിപ്പോൾ ഞാനിപ്പോൾ BMW എടുത്തു. ഇത് മോഡ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ BMWയിൽ ഞാൻ ഇപ്പോൾ ഇതെടുത്തു. അല്ലെങ്കിൽ വേണ്ട വേറെ മോഡ് എടുക്കാം.
ഈ മോഡ് എടുത്തു, BMW M3 F8ൻ്റെ മോഡ് എടുത്തു, ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ആവട്ടെ. അത് ഡൗൺലോഡ് ആവണ വരെ കാത്തിരിക്കുക. മോഡ് മൊത്തം ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി ഡൗൺലോഡായി മോഡ് നമുക്ക് എടുക്കുക. അതാ ഇപ്പം ഡൗൺലോഡ് ചെയ്ത മോഡ് ഇതല്ല, ഇതാണ് മോഡ്. ഈ മോഡ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. ഇതിൽ ഇതല്ല, എസ് പി സോ നമ്മളിപ്പോൾ ഇതാണ് മോഡെങ്കിൽ ഇതിൽ കുറേ ഫോൾഡേഴ്സ് ഉണ്ടാവും. ഓരോ മോഡിലും ഓരോ ഫോൾഡേഴ്സ് ഉണ്ടാവും, ഇഷ്ടംപോലെ ഫോൾഡേഴ്സ് ഉണ്ടാവും. അതിൽ എല്ലാ ഫോൾഡേഴ്സ് ചെക്ക് ചെയ്യുക. എന്നിട്ടിപ്പോൾ ഏത് ഫോൾഡറിലാണോ ഈ DLC RPF എന്ന് ഫയൽ വരുന്നത് ആ ഫയൽ മാത്രം എടുക്കുക. അതായത് ഇപ്പോൾ ഇതിൽ മൊത്തം 4 ഫോൾഡർ ഉണ്ട്. ഇപ്പോൾ 5M നമുക്ക് അതിൽ DLC RPF ഇല്ല. സോ നമ്മൾ SP നോക്കുക. അപ്പോൾ BMW F8 DLC RPF കൊണ്ട് ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ എടുക്കുക. RPF ഉള്ള ഫോൾഡറിൻ്റെ മുൻപുള്ള ഫയലിൽ നിൽക്കുന്ന ഫോൾഡർ, ആ ഫോൾഡർ നേരെ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഗെയിം ഡയറക്ടറിക്ക് വരിക. ഗെയിം ഡയറക്ടറിയിൽ വന്നിട്ട് കോമൺ GT5 ഗെയിം ഡയറക്ടറിക്ക് വന്നിട്ട് അതിൽ നമ്മൾ മോഡ്സ് ഫയൽ ഉണ്ടാക്കിയത്, ആ മോഡ്സ് ഫയലിൽ അപ്ഡേറ്റിൽ DLC ബാക്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക. സോ അത് പേസ്റ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ OpenIV എടുക്കുക. OpenIV വിൻഡോസ് അത് സ്റ്റാർട്ട് ആവാൻ ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ OpenIV എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ ഫുൾ സ്ക്രീൻ. അതിൽ നമ്മൾ എഡിറ്റ് മോഡ് കൊടുക്കുക. എഡിറ്റ് മോഡ് നമ്മൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, അത് S കൊടുക്കുക. എഡിറ്റ് മോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വേണ്ടാത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വേണ്ടാത്ത ഇത് ഫയൽ കറക്റ്റാവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മളിപ്പോൾ മോഡ്സ് ഫയൽ എടുക്കുക. മോഡ്സ് ഫയൽ അപ്ഡേറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ അപ്ഡേറ്റ് RPF കൊണ്ട് ഫയൽ ഉണ്ടാവും. ആ അപ്ഡേറ്റ് RPF ഫയൽ എടുക്കുക. അതിൽ കുറേ ഉണ്ടാവും. അതിൽ കോമൺ കൊണ്ട് ഡാറ്റ ഉണ്ടാവും, ഫയൽ ഉണ്ടാവും. ആ കോമൺ എടുക്കുക. അതിൽ ഡാറ്റ, ഇതിൽ ഇത്രയും ഫയൽസ് ഉണ്ടാവും. സോ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ മോഡ്സ് ഫയൽ എടുക്കുക. അതിൽ അപ്ഡേറ്റ് RPF, അതിൽ എന്നിട്ട് കോമൺ ഡാറ്റ. അപ്പോൾ ഇത്രയും ഫയൽസ് ഉണ്ടാവും. ഈ ഇത്രയും ഫയൽസിൽ ഇതിൽ XML ടെക്സ്റ്റ് കൊണ്ട് ഇതുണ്ട്. ഈ XML ടെക്സ്റ്റിൽ 15 ഫയലുണ്ട്. ഒന്നും ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ട. അതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ DLC ലിസ്റ്റ് XML അതെടുക്കുക, അത് എഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇൻ്റർഫേസ് എടുക്കുക. സോ എന്നിട്ട് ഏറ്റവും ലാസ്റ്റോട്ട് പോയിട്ട് ഇതെടുക്കുക. എന്നിട്ട് ഈ ലൈൻ മാത്രം നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അതായത് ഇവിടെ ടാപ്പ് ചെയ്ത് എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനാവും. എന്നിട്ട് ആ ലൈനിൽ ഈ കോപ്പി ചെയ്ത ടെക്സ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്ലാഷും ഈ ഒരു സ്ലാഷിനിടയിലുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡ്, അതിപ്പോൾ ഇതാണ് നമ്മളുടെ മോഡ്. അതിപ്പോൾ നമ്മൾ SP നിന്ന് എടുത്തത്. SP-യിൽ ഈ ഒരു ഫയൽ, അതായത് ഇതിലാണ് നമ്മൾ ഏതിലാണോ DLC RPF കിടക്കുന്നത് ആ ഫയലിൽ മുന്നത്തെ ഫയൽ നെയിം എടുക്കുക. അപ്പോൾ ഇതാണ് പെൻഡയിൽ വന്നിരിക്കുന്നത്, ഇത് ആണ് ഇത് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ നമ്മൾ ഈ ഒരു പേര്, അതായത് ഈ പേര് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേര് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ 2 സ്ലാഷിൻ്റെ ഇടയിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുക. ഗെയിം ലോഡ് ചെയ്യുന്നവരിക്കുക. ഗെയിം ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗെയിം ലോഡാൻ കുറച്ച് ടൈം എടുക്കും. എൻ്ററിങ് സ്റ്റോറി മോഡ്. ഗെയിം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് റണ്ണാക്കാൻ 2 കീസാണ് യൂസ് ചെയ്യണം. ഒന്ന് F5ഉം F8ഉം. F5 പറഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ഓൺ കാർ സ്പോണർ യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത കാർസൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ F5 യൂസ് ചെയ്യണത്. F8 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മെനു PC സ്പോണർ വരും. ഇപ്പോൾ നമുക്കിപ്പോൾ F5 യൂസ് ചെയ്യാം. F8 യൂസ് ചെയ്താൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടം കൂടെ F8 ഇതാക്കിയാൽ ഇത്രയും മോഡ്സ്. ഇതാണ് നമ്മളിപ്പോൾ വേണ്ട മോഡ്സൊക്കെ ഇതിലുണ്ടാവും. സോ നമുക്ക് F5 എടുക്കാം. F5 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമ്മൾ
നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ നമ്മൾ സ്പോർട്സിലെ മിക്കവാറും ഉണ്ടാവുക. സ്പോർട്സിൽ BMW അതെടുക്കുക. എടുത്തതിന് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത മോഡ് വന്നു. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത മോഡ് വന്നു. ഇത്രേ ഉള്ളൂ നമ്മൾ മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ. പുറത്തെടുത്തെടുക്കാം. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത BMW M3 F18 ഫയൽ. ഇത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിളാണ് GTA 5 മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ എല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് നമുക്ക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ അടുത്ത വീഡിയോ കാണുന്നത് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ പറയാം. You got lucky, buddy!